എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു കാര്യം കൂടെ, ഈ സിനിമയുടെ ആദ്യത്തെ സീനുകൾ എഴുതുമ്പോൾ ഒരു പരന്ന മരുഭൂമി ആദ്യമായി കാണിക്കുമ്പോൾ ഞാനത് വരികളിൽ എഴുതി. അവിടെ സ്വർഗത്തിൽ നിന്നുള്ള ഒരു സംഗീതം ഭൂമിയിലേക്ക് അരിച്ചിറങ്ങുന്നത് പോലെ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെയാണ്. എനിക്ക് അവിടെ എവിടെയോ ഒരു ദൂരത്തു നിന്ന് ഒരു സ്വർഗീയ സംഗീതം താഴേക്ക് പൊഴിഞ്ഞിറങ്ങുന്ന പോലെ അതാണ് ഇന്നലെ നിങ്ങളെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടായ ഒരു തീം മ്യൂസിക്കിനകത്ത്. Thank you so much. Thank you so much. Before we wrap up, once again ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നിയത്, ഇതിപ്പോ ഞങ്ങൾ ഈ ഇരിക്കുന്നവരാണ് ഈ സിനിമയിൽ പ്രവർത്തിച്ചവർ. പക്ഷെ ആടുജീവിതം എന്ന് പറയുന്ന ഈ കഥ, ഈ പുസ്തകം, ആ ജീവിതം, ഇന്നിപ്പോ ഈ സിനിമ എനിക്ക് തോന്നുന്നു ഒരു മലയാളിയുടെയാണ്. അതൊരു ഞങ്ങൾ ഈ സിനിമ ഇന്ന് ഈ രൂപത്തിൽ എത്തിപ്പെടാൻ ഒരു നിമിത്തമായി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ പ്രിവിലേജ് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. വളരെ ചുരുക്കം ചില സിനിമകളാണ് അത്തരം ഒരു ഐഡന്റിറ്റിയിലേക്ക് എത്തിപ്പെടുക. ഒരു ഫുൾ ഒരു ഇൻഡസ്ട്രിയുടെ സിനിമ, അല്ലെങ്കിൽ ഒരു എല്ലാ മലയാളികളുടെയും സിനിമ എന്ന് പറയുന്ന അങ്ങനെ ഒരു ഐഡന്റിറ്റിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നത്, പ്രത്യേകിച്ച് റിലീസിന് മുമ്പ് എത്തിപ്പെടാൻ സാധിക്കുന്ന വളരെ ചുരുക്കം ചില സിനിമകളേ ഉള്ളൂ. ആൻഡ് വി ഡീം ഇറ്റ് എ പ്രിവിലേജ് ടു ബി ഏബിൾ ടു ബി എക്സ്പോണൻസ് ഓഫ് ദാറ്റ് ഡ്രീം. നിങ്ങളെല്ലാവരുടെയും അപ്പം ആടുജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ മരുഭൂമിയുടെ സൗണ്ടിനെ എങ്ങനെയായിരിക്കും വ്യത്യസ്തമാക്കുന്നത് ആടുജീവിതത്തിൽ? Actually, it was something that I always wanted to say. ഞാനും ബ്ലസ്സിയായിട്ട് ഫിലിം ഡിസ്കസ് ചെയ്യുമ്പോൾ ബ്ലസ്സി പറഞ്ഞത് സിനിമ തുടങ്ങുന്നത് കേരളത്തിലാണ്. ഒരുപാട് വെള്ളം, ഒരുപാട് പച്ചപ്പ്, ഒരുപാട് പ്രകൃതി. അവിടെ ഇയാൾ പോകുന്നത് ഒരു മരുഭൂമിയിലാണ് എത്തിപ്പെടുന്നത്. അവിടെ ഒന്നുമില്ല, കാറ്റ് മാത്രമേ ഉള്ളൂ, വരണ്ട ജീവിതം. അവിടെ അദ്ദേഹം കടന്നു പോകുന്ന ഇത് എത്രത്തോളം എനിക്ക് സൗണ്ടിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഇഫ് യു ലുക്ക് അറ്റ് ദ എൻറ്റയറിറ്റി ഓഫ് സൗണ്ട്, AR knowingly or unknowingly he has brought it in. And ഈ സിനിമ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഫിലിം, if you look at the score, it is completely different film altogether. Look at the sound of it. And second half, if you look at it, you don't even believe that, you know, this man has changed the whole landscape with the score, you know. So it's two different films when you look at it in terms of sound, which, you know, me and Blessy has been discussing right from 2018 onwards, but subconsciously AR has achieved it. So whatever you know, when the film is done, you talk about sound, it actually came from AR, and I just complimented it, you know. For me, it's two different films. There is a pre-interval Aadijeevitham, which has a completely different score, which has completely different orchestration, sound, very rooted, and it has completely different sound in the second half. It's a completely different film. You can just watch Aadijeevitham second half, and you can just transcend yourself. So it's very spiritual, very moving, very. It reminds me of a very old film called Sanjari, which is you know, Rasool Ganniwal in the part. So it goes into a step ahead of that. So for me, these two films, and he made it possible, and it's one of his best work. The Rahman that I heard when I was in the film school in 1992, I hear it in Aadijeevitham.